കല്ലറയുടെ മുകളിൽ പോയി കിടന്നുറങ്ങിയില്ലേ തുണി? നമ്മൾക്കതൊന്നും വിഷയമല്ല. അന്നേരം ആരോ അതെന്നായിരുന്നു സംഭവം? അത് ഏലപ്പാറന്ന് ഞാൻ വന്ന് ഉപ്പറയ്ക്ക് പോവുക നടന്ന്. അപ്പം കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് കുട്ടിക്കാനത്തിന് പോകുന്നൊരു ലോറിയെ കയറി. ലോറിക്കാർ കൊണ്ട് എന്നെ കുട്ടിക്കാനത്ത് ഇറങ്ങി. ഇവിടെ നിന്ന് പോയാൽ ഉപ്പറ ഇറങ്ങാം, ഉപ്പറയ്ക്ക് പോകാം, നടന്നാൽ മതി. ഏലപ്പാറ അവിടുന്ന് കുറച്ച് നടന്ന് കുട്ടിക്കാനത്ത് ഒരു 2 കിലോമീറ്റർ നടന്നാൽ ഏലപ്പാറ അങ്ങാടിയായി. അത് ഈ വനപ്രദേശമല്ല, പ്രത്യേകിച്ച് ഈ തോട്ടങ്ങളിലൊന്നും സന്ധ്യ കഴിഞ്ഞാൽ കടയും വീണ്ടും ഒന്നും ഇല്ല, എല്ലാം അടയ്ക്കും. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഞാൻ അവിടെ നടന്ന് വന്ന് വഴിക്കൊരു കരിമ്പിൻ്റെ ഇത് കണ്ട് അതൊക്കെ നടന്ന് ഏലപ്പാറോട്ട് വന്നില്ല, അങ്ങാടിലോട്ട് വന്നില്ല. അവിടുന്ന് പിന്നെ ഒരു മല ഇറങ്ങി താഴെ വന്നാൽ അങ്ങാടി വന്നു. അന്നേരം എല്ലാം അടച്ച് എല്ലായിടത്തും അതൊക്കെ കണ്ടു. വെളുപ്പിലെ കാറുകാർ പോകുന്നു. ഇതിനകത്ത ആളാണോ പുറത്ത ആളാണോ? ഇത് അടക്കി കല്ലറയായിരുന്നു. വഴി വീതി കൂട്ടി വന്നപ്പം ഇത് പുറത്തായിപ്പോയി. ഞാൻ ഓർക്കുന്ന കരിങ്കിന്റെ ഇതായിരിക്കുന്ന ഓർക്കുന്നത്. ഇതേ കയറി കിടന്ന് തുണിയും പറിച്ച് പറിച്ച് ഭയങ്കര തണുപ്പാ. ഇതിനകത്തെ ആളാണോ കിടക്കുന്നതെന്ന് കാറുകാർ പറഞ്ഞ് പോവുക. നേരം വെളുക്കാറായി. ഞാനിങ്ങനെ കിടക്കുന്നുണ്ടപ്പം ഈ ഇതിനകത്ത് അടക്കിയ ആളാണോ എന്താ മനുഷ്യനാണോ ഓർക്കാൻ ഒരു കാര്യം. എനിക്ക് പേടി കൂടുതലും അവർ സ്ഥലം വിട്ടോ. വീട്ടിൽ അവർ പറഞ്ഞ ആൾക്കാരെല്ലാം വന്നേ. ഒരിക്കൽ വീട്ടാന്ന് വീടെന്ന് പറയാനായിട്ട് പുളിക്കത്തടത്തുകാർ വന്നിട്ട് വീടുള്ളൂ. പിന്നെ മർത്തോമ്പള്ളിക്ക് ആരും ചില അസമയത്തൊന്നും പോലും പേടിയാ. മർത്തോമ്പള്ളിക്ക് അവിടെ ഒരു അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ കുളിക്കാൻ. അത് അവിടെ ആ കുഴിയില്ലേ പുള്ളിക്കാരൻ്റെ നമ്മളെ ഓലയൊക്കെ വളർത്തിയുണ്ട്. അതാ ആ കാവിൽ നിന്ന് ദേവന് കുളിക്കാൻ പോണ സ്ഥലമായിരുന്നു ആ കാവ്. അതിന്റെ മുകളിൽ ആ കാവ്. ആ കാവിന്റെ തറ ഇപ്പോഴും ഉണ്ട് അവിടെ. ഇപ്പോഴും ആ കാവ് താരം കളഞ്ഞിട്ടില്ല. അവിടെ കിടക്കുന്ന വെട്ടുകല്ല് കണ്ടിട്ടുണ്ട്, ഇത്രയും നീളമുണ്ട്. ഇവിടെ ഈ സാധാരണ വെട്ടുകല്ല് 2 വെട്ടുകല്ല് കൂടി എത്ര നീളമുണ്ട്. അത് അതിനപ്പുറത്ത് വെച്ചിട്ട് കല്ല് വെട്ടിയൊരു മടയുണ്ട്. അവിടുന്ന് വെട്ടി കല്ലാണ്. അത് ഈ തേവന് കുളിക്കാൻ പോകുന്ന അയ്യ ആ വളവിലുള്ള കുഴി. നമ്മൾ ആ കല്ലുവെട്ടാൻ കുഴിയുടെ അതിലെ ഷോർട്ട് വഴി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് അതിലെ പോകുന്നു. ഏത് കല്ലോട്ടം എവിടെയും കല്ലോട്ടം എനിക്കറിയത്തില്ല. ആ കുന്നപ്പള്ളിക്കാരുടെ അതിലെ ഒരു ഷോർട്ട് വഴി ഉണ്ടായിരുന്നു. മറ്റേ അവരെ ശരി കുറെ പന്ത് കളിക്കാരൊക്കെ അതിലൂടെ വരുമായിരുന്നു. അടിമണിലുള്ള അതിലെ പോയി കഴിഞ്ഞാല് പന്ത് കളിക്കാൻ എവിടെ ചെല്ലുമെന്നറിയാം. ഈ മനോജിന്റെ കുഞ്ഞിച്ചൻ മനോജില്ലേ നമ്മുടെ മീനുണ്ടി താമസിച്ച തകട് കൂട്ടുന്നേ, ആ മനോജിന്റെ ഒക്കെ ബന്ധുക്കാർ താമസിച്ച ഈ തങ്കച്ചനൊക്കെ ഇല്ല കാരട്ടെ, അവരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമുണ്ട്. നമ്മള് ഇതിലെ പോയി കഴിഞ്ഞാലാന്നറിയോ നമ്മള് ഈ ഇപ്പൊ സൈഡ് പുലിക്കേത്തുനിന്ന് അതിലെ വട്ടം ചുറ്റി കറങ്ങി പോവുകയല്ലേ. അപ്പൊ അവിടെ ചെന്നിട്ട് ചെറിയ വളവും ജംഗ്ഷനില്ല 3 കൂടിയ കവല, അതില് പിന്നെ നമ്മുടെ മഞ്ഞൂരിലേക്ക് വരുന്ന വഴിയുണ്ട്. ആ വഴിയിലേക്ക് ഷോട്ട് ചെയ്തു. വഴിയില്ല, അന്നൊരു വരമ്പേ ഉള്ളൂ. ഇന്ന് റോഡുണ്ട്. അത് കഴിഞ്ഞാൽ റോഡായത്. മാറ്റാൻ്റെ കൂടെ ഇതിലെ പോവാത്ത വഴികളില്ലേ.